കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്ധ്യ അറമ്പാച്ചന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെയും കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ നോയിമ്പിലൂടെ നമ്മൾ പ്രയാണം ചെയ്യുന്നു. ആ പെസഹായുടെ അനുഭവത്തിലേക്കും യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലും പങ്കുചേരാൻ വേണ്ടി നമ്മളെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വേദവാക്യങ്ങളാണ്. ആ ഭാഗം ഇപ്രകാരമാണ് പറയുന്നത്: യേശു ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞു വിടുകയാണ്. അവരെ പടകിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നു. യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി വേറിട്ട് പോകുന്നു. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് കപ്പൽ ആടിയുലയുന്നു. യേശു രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന്മേലെ നടന്ന് അവരുടെ അടുക്കലേക്ക് വരുന്നു. ശിഷ്യന്മാരെ കണ്ട് ഭൂതമെന്ന് നിലവിളിക്കുന്നു. യേശു പറഞ്ഞു, ഞാനാകുന്നു എന്ന്. ഉടനെ പത്രോസ് ശ്ലീഹ ഇപ്രകാരം പറഞ്ഞു: നീ കർത്താവാകുന്നുവെങ്കിൽ കടലിന്മീതെ നടക്കുവാൻ എന്നോട് പറയണം. യേശു പറഞ്ഞു. പത്രോസ് കടലിന്മീതെ നടന്നു. കാറ്റ് പ്രതികൂലമായതുകൊണ്ട് പത്രോസ് പേടിച്ച് വെള്ളത്തിൽ താഴുന്നു. പത്രോസ് നിലവിളിച്ചു. യേശു കൈപിടിച്ച് പത്രോസിനെ രക്ഷിച്ചു. ഇതാണ് സംഭവം. അത് വളരെ പരിചിതമായ ഒരു സംഭവമാണ്. ഞാൻ ഒന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്നത് യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നു എന്നുള്ളതാണ്. യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നു. യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നത് ഭാവിയിൽ യേശുക്രിസ്തുവിനുണ്ടാകാൻ പോകുന്ന, യേശുവിൻ്റെ ശരീരത്തിനുണ്ടാകാൻ പോകുന്ന ഇതിൻ്റെ ഒരു മുൻകുറി കാണിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. അത് യേശുവിന് മാത്രമല്ല, നമുക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ശരീരത്തിൻ്റെ മാറ്റത്തിൻ്റെ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയാണ് യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നത്. മനുഷ്യൻ്റെ പ്രകൃതിയെ സമൂലം മാറ്റുന്നതാണ് യേശു. നമ്മുടെ ക്രിസ്ത്യൻ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗോസ്പൽ ഓഫ് ഗ്ലോറിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ ഗോസ്പൽ ഓഫ് ട്രാൻസ്ഫിഗറേഷനാണ്. ഭാവിയിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് ഉണ്ടാകാൻ പോകുന്ന മാറ്റം യേശു മുൻകൂട്ടി കാണിക്കുകയായിരുന്നു. നാം എല്ലാവരും തേജസ്കരിക്കപ്പെടേണ്ടിയവരാണ്. നാം എല്ലാം മാറ്റത്തിന് വിധേയരാകേണ്ടിയവരാണ്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് ഉണ്ടാകാൻ പോകുന്ന പ്രത്യേകത യേശു ഇവിടെ മുൻകൂട്ടി കാണിക്കുകയായിരുന്നു. നമുക്കറിയാം, യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഊർജ്ജരഹിത അവസ്ഥയിലേക്കും നശ്വരതയിലേക്കും മാറ്റപ്പെടേണ്ട യേശുവിൻ്റെ ശരീരം ഊർജാവസ്ഥയിലേക്കും അനശ്വരതയിലേക്കും പ്രകാശത്തിലേക്കുമാണ് മാറ്റപ്പെടുന്നത്. ഈ ഒരവസ്ഥയിലേക്ക് ഭാവിയിൽ നമ്മളും മാറ്റപ്പെടേണ്ടതാണ്. ഇതിൻ്റെ മുൻകുറി യേശുക്രിസ്തു ഇവിടെ കാണിക്കുകയാണ്. യേശുക്രിസ്തു 1-ാം ദിവസം ഉയർത്തെഴുന്നേക്കാഞ്ഞതിൻ്റെ കാരണം പറയുന്നത്, യേശുക്രിസ്തു 1-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരുന്നുവെങ്കിൽ യേശു മരിച്ചിട്ടില്ലായിരുന്നു, മയങ്ങിക്കിടന്നിട്ട് എഴുന്നേറ്റ് വന്നതാണെന്ന് ആരോപണമുണ്ടായിനി. യേശു 4-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കാഞ്ഞതിൻ്റെ കാരണം യേശു മറ്റൊരു ശരീരത്തിൽ, യേശുവിൻ്റെ ശരീരം ചീഞ്ഞു പോയിട്ട് മറ്റൊരു ശരീരത്തിലാണ് യേശു ഉയർത്തെഴുന്നേറ്റതെന്നുള്ള ആരോപണമുണ്ടാകുമായിരുന്നു. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് യേശുവിൻ്റെ അതേ ശരീരത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലാകുന്നത്. ഭാവിയിൽ നമ്മൾ തേജസ്കരിക്കപ്പെട്ടാലും നമ്മുടെ ഇതേ ശരീരത്തിൽ തന്നെയാണെങ്കിലും ഈ ശരീരത്തിന് അല്പം മാറ്റമുണ്ട്. അപ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്,
ആ ശരീരത്തിന് തീരെ ഭാരമില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തു വെള്ളത്തിൻ്റെ മീതെ നടന്നത് എന്നിട്ട് മുങ്ങിത്താഴാഞ്ഞതിൻ്റെ കാരണം ആ ശരീരത്തിന് ഭാരമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ മുൻകുറി യേശുക്രിസ്തു കാണിക്കുകയായിരുന്നു. ഈ ശരീരത്തിന് തീരെ ഭാരമില്ലായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, സ്ഥലകാല പരിമിതികളില്ലാതെ എവിടെ വേണേലും പോകാമെന്നുള്ളതാണ് ഭാവിയിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിനുണ്ടാകാൻ പോകുന്ന പ്രത്യേകത. യേശുക്രിസ്തു, ഉത്ഥിതനായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് അടച്ചിട്ട വാതിൽ തുറക്കാതാണ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു ഇറങ്ങി വരുന്നത്. ഒരു വാതിലും തുറക്കാതെ ഉത്ഥിതനായ യേശു ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരികയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒരേ സമയത്ത് പോകാനുള്ള പ്രത്യേകമായ ഒരു കഴിവ്. നമ്മളറിയാം, ഈ പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനി, പരിശുദ്ധ മാതാവ്, ഗീവർഗീസ് സഹദ, കുറിയാക്കോസ് സഹദ എല്ലാവരുടെയും പ്രസൻസ് ഉണ്ട്. ഇവിടെ ആരാധന നടക്കുന്ന അതേ സമയത്ത് തന്നെ നരണം പള്ളിയിലും എരതോട് വിവരം പള്ളിയിലും മറ്റ് എല്ലാ പള്ളികളിലും അതേപോലെ തന്നെ അവരുടെ പ്രസൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം സ്ഥലകാല പരിമിതികളില്ലാതെ എവിടെ വേണേലും എപ്പോൾ വേണേലും യാത്ര ചെയ്യുവാനുള്ള പ്രത്യേകമായൊരു കഴിവ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിനുണ്ട്. 3, ഈ ശരീരത്തിൻ്റെ പ്രത്യേകത അനശ്വരതയാണ്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് അനശ്വരതയുണ്ട്, നിത്യജീവനുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, ഭാരമില്ലാത്തതിൻ്റെ കാരണം ഈ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകുകയില്ല. നമുക്ക് താഴോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് ഗുരുത്വാകർഷണ ബലമുള്ളത് കൊണ്ടാണല്ലോ. പക്ഷെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് അതുണ്ടാകുകയില്ല. ആത്മാവിന് ഭാരമുണ്ടെങ്കിലും വലിയ ഭാരമില്ല. ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റഡി വന്നത്, മരിക്കാറായി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ തൂക്കമെടുത്തു. അയാൾ മരിച്ചു കഴിഞ്ഞ് വീണ്ടും അയാളെ തൂക്കി നോക്കി. അല്പം വ്യത്യാസമുണ്ട്, തീരെ കുറവ്. എന്ന് പറഞ്ഞാൽ ആത്മാവിന് അല്പം വെയിറ്റ് ഉണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെങ്കിൽ ആ ഭാരം തീരെ കുറവാണ്. അപ്പം തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ ഒരു മുൻകുറി യേശു ഇവിടെ കാണിക്കുകയാണ്. പരിശുദ്ധമായ നോയിമ്പ് നമ്മളെ തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. നമുക്കറിയാം, ആദ്യ മനുഷ്യനായ ആദമിന് വലിയ തേജസ്സായിരുന്നു, സൂര്യനെ വെല്ലുന്ന തേജസ്സായിരുന്നു ആദമിനുണ്ടായിരുന്നത്. എന്നാൽ ആദം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ തേജസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ നോയിമ്പിലെ ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരമുണ്ട്: ആദമിൻ്റെ വസ്ത്രം സർപ്പം റാഞ്ചിക്കൊണ്ടുപോയി. തേജോമയമായ ആദമിൻ്റെ വസ്ത്രം സർപ്പം റാഞ്ചിക്കൊണ്ടുപോയി. എന്നാൽ ഈ തേജസ്കരണത്തിലേക്ക് വീണ്ടും നമ്മൾ വളരണം. ആ തേജസ്കരണം ആരംഭിക്കുന്നത് ഈ ഭൂമിയിലാണ്. തേജസ്കരണം ആരംഭിക്കുന്നത് ഭൂമിയിലാണ്. അത് വളർന്ന് ഭാവിയിൽ തേജസ്കരണത്തിൻ്റെ ഒരനുഭവം നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. നമുക്കറിയാം, മോശയുടെ മുഖചർമ്മത്തിൻ്റെ കാന്തി വർദ്ധിച്ചെന്നാണ് പറയുന്നത് നോയിമ്പിൽ. പരിശുദ്ധമായ നോയിമ്പിൽ കൂടി മോശയുടെ മുഖചർമ്മത്തിൻ്റെ കാന്തി വർദ്ധിച്ചു. പക്ഷെ ഇസ്രായേൽ ജനങ്ങൾക്ക് മോശയെ നോക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് എന്തുകൊണ്ട് നോക്കാൻ കഴിഞ്ഞില്ലെന്നാണ്. ഇസ്രായേലുകാരുടെ ഹൃദയകാഠിന്യ നിമിത്തം മോശയുടെ മുഖത്തെ തേജസ് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് ദൈവിക തേജസ് അനുഭവിക്കുവാനോ അതിൻ്റെ പങ്കുപറ്റാനോ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ ഹൃദയകാഠിന്യമാണ്. അപ്പം പരിശുദ്ധമായ നോയിമ്പിൽ ഈ ഹൃദയകാഠിന്യം ഇല്ലാതാക്കണം. നമ്മുടെ ഹൃദയകാഠിന്യം ഉണ്ടെങ്കിൽ യേശുവിൻ്റെ തേജസ്സിലേക്ക് വളരുവാനോ ആ തേജസ്സിൽ പങ്കുപറ്റുവാനോ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരു പ്രവാചകൻ ഇപ്രകാരം പറയുന്നത്: കല്ലുപോലെയുള്ള നിങ്ങളുടെ ഹൃദയം മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് വെച്ചു തരും. പരിശുദ്ധമായ നോയിമ്പ് കല്ലുപോലുള്ള ഈ ഹൃദയം മാറ്റി
മാംസളമായ ഒരു ഹൃദയം ധരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ മാംസളമായ ഹൃദയം നമ്മൾ ധരിക്കുമ്പോൾ ആ പ്രകാശവലയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ദാനിയേൽ പ്രവാചകൻ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എടുത്തിട്ടെന്നാണ് പറയുന്നത്. പക്ഷെ വലിയ നോയമ്പുകാരനായിരുന്നു അല്ലേ? അതുകൊണ്ട് ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയിൽ വീണപ്പോൾ ദാനിയേലിനെ സിംഹം ഒന്നും ചെയ്തില്ല. കാര്യം പല കാരണങ്ങൾ പറയുന്നുണ്ട്. സിംഹത്തിൻ്റെ വാ യഹോവ അടച്ചു കളഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരിയായി എൻ്റെ മനസ്സിൽ തോന്നുന്നത് ദാനിയേലിൻ്റെ ശരീരം ഫ്ലഷ്വൽ അല്ലായിരുന്നു, ദാനിയേലിൻ്റെ ശരീരം സ്പിരിച്വലായിരുന്നു. സ്പിരിച്വൽ ശരീരമായതുകൊണ്ട് അത് മാംസളമല്ല. സിംഹത്തിനൊക്കെ മാംസള ശരീരം മതി, സ്പിരിച്വൽ ശരീരം വേണ്ട. പരിശുദ്ധമായ നോയമ്പിൽ കൂടി മാംസളമായ ശരീരം ആത്മീക ശരീരമായി മാറി. ദാനിയേൽ ഒരു സ്പിരിച്വൽ മാനായിരുന്നു. അതുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് ദാനിയേലിനെ വേണ്ട. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ മാൻ, നമ്മുടെ മാംസരക്തങ്ങളിൽ നിന്ന് മാറി ഒരു ആത്മീക മനുഷ്യനായി മാറുക എന്നുള്ളതാണ് പരിശുദ്ധ നോയമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തേജസ്കരണം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതാണ്. നിത്യജീവന്റെ അനുഭവത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു തേജസ്കരണത്തിൻ്റെ മുൻകുറിയാണ് യേശു കാണിക്കുന്നത്. ഈ തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വളരണം എന്നുള്ളതാണ്. അത് ഭാവിയിൽ ഒരു സ്പിരിച്വൽ ആയിട്ട് വളർന്ന് അതിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയെപ്പറ്റി വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണല്ലോ, എല്ലാ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ചുറ്റും ഒരു പ്രകാശവലയമുണ്ടെന്നാണ് പറയുന്നത്. ഓറ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. സദ്ഗുണമുള്ളവരുടെ ശരീരത്തിന് ചുറ്റും ഉള്ള ഓറയ്ക്ക് നല്ല പ്രകാശമായിരിക്കും. അധമഗുണമുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ പ്രകാശവലയത്തിന് തീരെ പ്രകാശം കാണുകയില്ല. പരിശുദ്ധന്മാരുടെ ചിത്രം വരയ്ക്കുമ്പോൾ അവരുടെ ശരീരത്തിന് ചുറ്റും ഒരു പ്രകാശവലയം നമ്മൾ വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, ഗോസ്പൽ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ആൻഡ് ഗോസ്പൽ ഓഫ് ഗ്ലോറിഫിക്കേഷൻ. പരിശുദ്ധമായ നോയമ്പെന്ന് പറയുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. നമ്മൾ മാറ്റമുണ്ടാകാനും നമ്മൾ തേജസ്കരിക്കപ്പെടുവാനും വേണ്ടിയുള്ളതാണ്. ലൂക്കോസിന്റെ വിശേഷം 9-ാം അധ്യായത്തിലാണല്ലോ യേശുവിൻ്റെ മറുരൂപത്തെ പറ്റി പറയുന്നത്. അവിടെ പറയുമ്പോൾ എന്താ പറയുന്നത്? യേശുവിൻ്റെ രൂപം മാറി. ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത വണ്ണം യേശുവിൻ്റെ വസ്ത്രം വെണ്മയുള്ളതായി തീർന്നു. അതുമാത്രമല്ല, ആ പ്രദേശം മുഴുവൻ പ്രകാശമയമായി മാറി. അപ്പം അതും ഭാവിയിൽ മനുഷ്യനുണ്ടാകാൻ പോകുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് മുൻകൂട്ടി കാണിക്കുകയാണ്. അപ്പോൾ തേജസ്കരണത്തോടൊപ്പം തന്നെ ഒരു രൂപമാറ്റവും നമുക്കുണ്ടാകണം. പരിശുദ്ധമായ നോയമ്പിൽ തേജസ്കരണത്തോടൊപ്പം തന്നെ ഒരു രൂപമാറ്റവും ഉണ്ടാകണം. ആ രൂപമാറ്റം എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം. പരിശുദ്ധമായ നോയമ്പിൽ നമ്മൾക്കുണ്ടാകുന്ന മാറ്റം നമ്മളെ മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അത് സ്വാധീനിക്കണമെന്നുള്ളതാണ്. അപ്പം ഈ തേജസ്കരണത്തിലേക്ക് വളരുക എന്നുള്ളതാണ് പരിശുദ്ധ നോയമ്പിൻ്റെ 1-ാമത്തെ സന്ദേശം. ഞാൻ 2-ാമത്തെ സന്ദേശം പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. യേശു മുന്നോട്ട് നടന്നു. പത്രോസ് പറഞ്ഞു. പത്രോസ് വെള്ളത്തിൽ താന്നുപോയി. അല്പം ചുവടുകളൊക്കെ വെച്ചെങ്കിലും പത്രോസ് വെള്ളത്തിൽ താണുപോയി. പക്ഷേ പത്രോസ് അവിടെ കിടന്ന് നിലവിളിച്ചു. വെള്ളത്തിൽ താഴാൻ പോയ പത്രോസ് അവിടെ കിടന്ന് നിലവിളിച്ചു. പത്രോസ് താഴാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ കാറ്റ് പ്രതികൂലമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഭയപ്പെട്ടു പോയെന്നാണ്. പക്ഷേ പത്രോസ് യേശുവിനെ നോക്കിയ പത്രോസ് തന്നിലേക്ക് തന്നെ നോക്കി. യേശുവിനെ നോക്കി യാത്ര ചെയ്ത പത്രോസ് തന്നിലേക്ക് തന്നെ നോക്കി. തന്നിലേക്ക് നോക്കിയപ്പോൾ പത്രോസിന് ഭാരം വർദ്ധിച്ചെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ ശരീരത്തിന്, തേജസ്കരിപ്പയുടെ ശരീരത്തിൻ്റെ മുൻകുറിയായതുകൊണ്ട് അതിന് തീരെ ഭാരമില്ലായിരുന്നു. പക്ഷെ പത്രോസ് യേശുവിനെ നോക്കിയപ്പോൾ ആ ശരീരത്തിന് ഭാരമില്ലായിരുന്നു. പത്രോസ് തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ പത്രോസിൻ്റെ അഹം വർദ്ധിക്കുകയും പത്രോസിന് ഭാരമുണ്ടാകുകയും പത്രോസ് മുങ്ങിത്താഴുകയും ചെയ്തു. പരിശുദ്ധമായ നോയമ്പിൽ
നമ്മുടെ അകം ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കണം. ധാരാളം അകം നമുക്കുണ്ട്. അകം വർദ്ധിച്ചാൽ ഭാരം വർദ്ധിക്കും, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അകം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ അഹമാണ് എന്ന് കണ്ടുപിടിക്കുകയും അതിനെ പരിശുദ്ധ നോയിമ്പിൽ ഉപേക്ഷിക്കുകയും ചെയ്യണം. മാലാഖമാർ പറക്കാനുള്ള കാരണം എന്താണ് എന്നൊരു ചോദ്യത്തിൻ്റെ ആൻസർ പ്രകാരമാണ്. എന്തുകൊണ്ടാണ് മാലാഖമാർ പറക്കുന്നത്? മാലാഖമാർക്ക് തീരെ ഭാരമില്ലാത്തത് കൊണ്ടാണ്. ചിറകുകളുള്ളത് കൊണ്ടല്ല. ചിറകുകളുള്ളത് കൊണ്ട് മാത്രം പറക്കാൻ കഴിയണമെന്നില്ല. മാലാഖമാർക്ക് പറക്കാൻ കഴിയുന്നത് അവർക്ക് തീരെ ഭാരമില്ലാത്തത് കൊണ്ടാണ്. നമുക്കും ഭാരമില്ലെങ്കിൽ പറക്കാൻ കഴിയും. ഇപ്പോൾ പരിശുദ്ധമായ നൊയിമ്പെന്ന് പറയുന്നത് നമ്മുടെ പല ഭാരങ്ങളെയും ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ അഹംഭാവങ്ങളായിരിക്കുന്ന നിരവധി ഭാരങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് പറന്ന് ഉയരാൻ സാധിക്കും. പത്രോസ് നിലവിളിച്ചപ്പോൾ യേശു കൈ നീട്ടിപ്പിടിച്ചെന്നാണ് പറയുന്നത്. പത്രോസിൻ്റെ ഒരു സ്വഭാവം, പത്രോസിന് ചിലപ്പോൾ അഹംഭാവമൊക്കെ ഉണ്ടായാലും താൻ വൈഷമ്യത്തിലാകുമ്പോൾ ഏത് സന്ദർഭത്തിനും പത്രോസ് അനുദപിച്ച് നിലവിളിച്ചിട്ടുണ്ട്. ഇവിടെ പത്രോസ് കരഞ്ഞ് നിലവിളിച്ച് വിളിച്ചപ്പോൾ യേശു കൈ നീട്ടിപ്പിടിച്ചു. നമുക്കറിയാം മറ്റൊരു സംഭവം. യേശു പറഞ്ഞു, തനിക്ക് കഷ്ടാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി യേശു പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെയല്ല, നിനക്കത് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും യേശു പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും, അങ്ങനെ തന്നെ സംഭവിക്കുന്നു. യേശു അവനെ തിരിഞ്ഞു നോക്കി, അവൻ പുറത്തിറങ്ങി അതിദുഃഖത്തോടുകൂടി കരഞ്ഞെന്നാണ് പറയുന്നത്. പത്രോസ് ശ്ലീഹ ചിലപ്പോൾ എടുത്തുചാടി ചില കാര്യങ്ങൾ ചെയ്താലും തനക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അതിദുഃഖത്തോടുകൂടി കരയുകയും അത് ഏറ്റുപറയുകയും ചെയ്യുമായിരുന്നു. നമുക്കില്ലാത്തൊരു പ്രശ്നമായി, നമുക്കിതില്ല. നമുക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ ആ തെറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞപേക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. പത്രോസ് നിലവിളിക്കുകയും തനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിയപ്പോൾ കരയുകയും ചെയ്തു. യേശു രണ്ട് സന്ദർഭത്തിലും അവനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൻ പത്രോസിനെ കൈനീട്ടിപ്പിടിച്ച് രക്ഷിച്ചെന്നാണ് പറയുന്നത്. പത്രോസ് നിലവിളിച്ചെന്നാണ് പറയുന്നത്. പത്രോസ് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ യേശു കൈനീട്ടി അവനെ രക്ഷിച്ചു. പത്രോസല്ല കയറി പിടിച്ചത്. അപകടത്തിൽപ്പെട്ട പത്രോസിനെയും യേശുവാണ് കൈനീട്ടിപ്പിടിച്ച് രക്ഷിച്ചത്. കഴിഞ്ഞ ആഴ്ചത്തെ പ്രിമിയോൻ സദറ, സന്ധ്യക്കത്തെ പ്രിമിയോൻ സദറ വളരെ മനോഹരമായ സദറയാണ്. ഓരോരുത്തരും നിലവിളിക്കുന്നതിനെ പറ്റിയാണ്. ഇസഹാക്ക് ബന്ധനത്തിൽ നിലവിളിച്ചു, യഹോവ അവനെ രക്ഷിച്ചു. യോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്ന് യഹോവയോട് നിലവിളിച്ചു, യഹോവ അവനെ രക്ഷിച്ചു. ഹാഗാർ മരുഭൂമിയിൽ കിടന്ന് യഹോവയോട് നിലവിളിച്ചു, യഹോവ അവളെ രക്ഷിച്ചു. യെരമ്യാവ് ചെളിക്കുണ്ടിൽ കിടന്ന് നിലവിളിച്ചു, യഹോവ രക്ഷിച്ചു. ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയിൽ കിടന്ന് യഹോവയോട് നിലവിളിച്ചു, യഹോവ രക്ഷിച്ചു. പൈതങ്ങൾ തീയിൽ കിടന്ന് യഹോവയോട് നിലവിളിച്ചു, യഹോവ രക്ഷിച്ചു. ഹിസ്കിയാവ് തൻ്റെ രോഗത്തിൽ യഹോവയോട് നിലവിളിച്ചു, യഹോവ രക്ഷിച്ചു. ദൈവം നമ്മളെ രക്ഷിക്കുന്ന ആളാണ്. നമ്മളൊന്ന് നിലവിളിച്ചാൽ മതി. പാപങ്ങളെ ഓർത്ത് നമ്മൾ നിലവിളിക്കണം. ഉത്ഥാന ജീവിതമെന്ന് പറയുന്നത് മീതെ നടക്കാനുള്ളതാണ്. മീതെ നടക്കുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് മീതെ നടക്കണം, പ്രശ്നങ്ങൾക്ക് മീതെ നടക്കണം. പാപങ്ങൾക്ക് മീതെ നടക്കുവാനും പ്രശ്നങ്ങൾക്ക് മീതെ നടക്കുവാനുള്ളതാണ് ഉത്ഥാന ജീവിതം. അങ്ങനെ ജീവിക്കുന്ന ആൾക്ക് മാത്രമേ ഒരു ഉത്ഥാന ജീവിതം ലഭിക്കുകയുള്ളൂ. ഈ തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധമായ നൊയിമ്പിൽ വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കെന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നിലവിളിക്കുവാനും നഷ്ടപ്പെട്ടു പോയ പ്രകാശവസ്ത്രം തിരികെ പിടിക്കുവാനും സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.